നോമ്പിന്റെ 34-ാം ദിവസമായ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ ഒന്നാമതായി ദൈവം ഈ ലോകത്തെ പാപികളായ നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു. എത്രമാത്രം എന്ന് ചോദിക്കുമ്പോൾ തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു. സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വികാരമാണ്. അതിന് പ്രകടമായി നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് നൽകുക. ഇപ്പോൾ നമ്മുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്, നമ്മുടെ സമയം നമ്മൾ കൊടുക്കാറുണ്ട്, നമ്മുടെ സമ്പത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ എന്തും നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നൽകാറുണ്ട്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നുവെങ്കിൽ ഉത്തമമായി പ്രവർത്തിക്കുന്നുവെന്ന് യാക്കോബ് ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ അരുളി ചെയ്യുന്നുണ്ട്. അതുപോലെ രണ്ടാമതായി നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടി അവനിൽ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നിത്യജീവൻ, അല്ലെങ്കിൽ ശിക്ഷാവിധി. അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ഏത് സ്വീകരിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. ഈ നോമ്പുകാലത്ത് വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാൻ ശ്രമിക്കാം.